ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നിക്കോണിൻ്റെ C6 Mark III എന്നൊരു ക്യാമറയെക്കുറിച്ചാണ്. അപ്പോൾ ഈ ക്യാമറയിൽ ഏറ്റവും എടുത്തു പറയാൻ എനിക്ക് തോന്നിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഷൂട്ട് ചെയ്യുന്ന ആർട്ടിസ്റ്റിൻ്റെ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ മാത്രം ടോൺ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. സാധാരണ നമ്മളിപ്പോൾ കുറച്ച് ബ്ലാക്ക് ഷെയ്ഡൊക്കെ ഉള്ള ഒരാളിനെയാണ് ഷൂട്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾ കുറച്ച് വൈറ്റ് ആക്കാൻ നോക്കുമ്പോഴത്തേക്കും മൊത്തത്തിൽ ബ്ലീച്ചായി പോകും, അല്ലെങ്കിൽ മൊത്തത്തിൽ വൈറ്റായി പോകും. ഇതങ്ങനെയല്ല, ആളുടെ ഫേസ് മാത്രം വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ യെല്ലോ ടോൺ കൊടുത്താൽ കുറച്ചുകൂടെ ബ്യൂട്ടി ആയിട്ടുള്ളൊരു ഓപ്ഷൻ വരും. അപ്പോൾ ഇതുവരെ ഒരു ക്യാമറയിലും ഈ ഒരു ഓപ്ഷൻ ഞാൻ അധികം കണ്ടിട്ടില്ലാത്തൊരു ഓപ്ഷനാണ്. ഇതാണ് ഈ ക്യാമറയ്ക്ക് എടുത്തു പറയാനായിട്ട് ഞാൻ കണ്ടൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ. പിന്നെ പാർഷ്യലി സ്റ്റാക്ഡ് സെൻസറാണ് C6 Mark III ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ബഡ്ജറ്റിൽ ഈ ഒരു റേഞ്ച് ക്യാമറകളിൽ ഒന്നും തന്നെ സ്റ്റാക്ഡ് സെൻസർ ഉപയോഗിക്കുന്നില്ല. ഇതൊരു സ്റ്റാക്ഡ് സെൻസറാണെന്ന് പറയാൻ പറ്റില്ല, പക്ഷേ പാർഷ്യലി സ്റ്റാക്ഡ് സെൻസർ ആയതുകൊണ്ട് തന്നെ അതിൻ്റേതായ കുറച്ച് അഡീഷണൽ ബെനിഫിറ്റ് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഒരു റേഞ്ചിൽ വരുന്ന പോലെ തന്നെ 24.5 മെഗാ പിക്സൽ ക്യാമറയാണിത്. അതുപോലെ തന്നെ ഈ ക്യാമറയിൽ നമുക്ക് റെക്കോർഡ് ചെയ്യുമ്പോഴത്തേക്കും 4Kയിൽ 120 ഫ്രെയിം പെർ സെക്കൻഡിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റും. ഇത് പല ക്യാമറകളിലും പറ്റും, പക്ഷേ ഓഡിയോ നമ്മൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു കാരണവശാലും ആ ഓഡിയോയിൽ ഒരു ഡിസ്റ്റർബൻസ് ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ. മാത്രമല്ല 4Kയിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോൾ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് 100 മിനിറ്റോളം നമുക്ക് റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷനും ഈ ക്യാമറയുടെ അകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ വരുന്ന ലഡ്സാണ്. സാധാരണ ക്യാമറകളൊന്നും തന്നെ നമുക്ക് ലഡ്സ് ഫ്രീ ആയിട്ട് തരുന്നില്ല. ഇതിനകത്ത് ലിമിറ്റഡ് ആയിട്ടാണെങ്കിലും കുറച്ച് ലഡ്സ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. അതുമല്ലാതെ നമുക്കൊരു ക്ലൗഡും കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് നല്ലൊരു വൈഫൈ ഉള്ള സ്ഥലത്താണ് നമ്മളിത് റെക്കോർഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന ഡാറ്റ ക്ലൗഡിലോട്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇവൻറ്റ്സൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് കാർഡിൽ മാത്രമല്ലാതെ ക്ലൗഡിലും കൂടെ ഇതിനെ സ്റ്റോർ ചെയ്ത് വെക്കാനുള്ളൊരു ഓപ്ഷൻ കൂടെ ഈ ക്യാമറയിൽ വരുന്നുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ ക്യാമറയോടൊപ്പം തന്നെ ലെൻസുകൾ വാങ്ങുമ്പോൾ, പ്രത്യേകിച്ച് 1.4 സീരീസ് ലെൻസുകൾ വാങ്ങുമ്പോൾ ബാക്കിയുള്ള ബ്രാൻഡുകളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ 50%, അതായത് പകുതി വിലയേ ആവുന്നുള്ളൂ ഇതിൻ്റെ 1.4 സീരീസ് ലെൻസുകൾക്ക്. പക്ഷേ ഇതൊരിക്കലും കോംബോ ആയിട്ട് വാങ്ങുമ്പോൾ മാത്രമാണ് ഈ ഓഫർ കിട്ടുന്നത്. പിന്നെ ഇത്രയും അധികം കോംബോ സീരീസിലുള്ളൊരു ബ്രാൻഡും വേറെ ഇല്ല. കാരണം നമുക്ക് ബോഡി ആയിട്ട് വാങ്ങാൻ പറ്റും, ബോഡി പ്ലസ് അതിൻ്റെ കിറ്റ് ലെൻസ്, അതായത് 24-70 24-120 അങ്ങനെ വാങ്ങാൻ പറ്റും. അതോടൊപ്പം നമ്മൾ 35mm 50mm ഒക്കെ വാങ്ങുമ്പോൾ ഏകദേശം 30,000 മുതൽ 40,000 രൂപ വരെ സ്പെഷ്യൽ ഡിസ്കൗണ്ട് അതിൻ്റെ കൂടെ വരുന്നുണ്ട്. മാത്രമല്ല 512 GB ഒരു കാർഡ് ഫ്രീ ആയിട്ട് വരുന്നുണ്ട്, ഒരു എക്സ്ട്രാ ബാറ്ററി വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻറ്റേർണലി തന്നെ നമുക്ക് ഇതിനകത്ത് പ്രോറസ് റോയിലും റെക്കോർഡ് ചെയ്യാൻ പറ്റും. സാധാരണ ഈ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ വരുന്ന ക്യാമറകളില്ലാത്തൊരു ഓപ്ഷനാണ് പ്രോറസ് റെക്കോർഡിങ്. പിന്നെ ലോഗിൻ്റെ കാര്യം പറഞ്ഞാൽ നിക്കോണിൻ്റെ ലോഗ് എല്ലാവർക്കും അറിയാം, N-Log. അപ്പോൾ N-Logലൂടെയാണ് ഷൂട്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എഡിറ്റിങ്ങിൽ ലഡ്സൂടെ ഉപയോഗിച്ച് ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ഔട്ട് ഉണ്ടാക്കാനായിട്ട് ഈ ക്യാമറ ഉപയോഗിക്കാൻ പറ്റും. ഫുൾ HD കാര്യം പറഞ്ഞില്ല, ഫുൾ HD റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ 240 ഫ്രെയിം പെർ സെക്കൻഡിൽ വരെ ഫുൾ HD നമുക്ക് റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഈ ക്യാമറയ്ക്കകത്തുണ്ട്. ഇത് കൂടാണ്ട് ഇതിൻ്റെ സ്റ്റെബിലൈസേഷൻ പറയുകയാണെങ്കിലും 5 ആക്സിസ് സ്റ്റെബിലൈസേഷൻ തന്നെയാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. IBIS തന്നെയാണ്, ഇൻബിൽറ്റ് സ്റ്റെബിലൈസേഷൻ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 8 പോയിൻ്റ് വരെ, അതായത് അത്യാവശ്യം ഷേക്ക് ഇല്ലാതെ നമുക്ക് മൂവ് ചെയ്തൊക്കെ എടുത്താൽ പോലും നന്നായിട്ട് സ്റ്റെബിലൈസ് ചെയ്തിട്ടുള്ള ഒരു ഔട്ട് എടുക്കാനായിട്ട് ഈ ക്യാമറ നമുക്ക് പറ്റും. അപ്പോൾ ഈ ഒരു ബഡ്ജറ്റിൽ ഫോട്ടോയ്ക്കും വീഡിയോയ്ക്കും ഒരുപോലെ പറ്റുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് ഹൈബ്രിഡ് ക്യാമറയാണ് നിക്കോൺ C6 Mark III.